അതെ, ഞാൻ കല്യാണം കഴിച്ചില്ല, അത് എന്റെ പേഴ്സണൽ കാര്യമാണ്. അത് മറ്റുള്ളവർ ഇടപെടേണ്ട കാര്യമില്ല, കേട്ടല്ലോ. ഞാൻ കല്യാണം കഴിച്ചാൽ അത് തിരിച്ചു കൊടുക്കണം. എന്ത് തിരിച്ചു കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ ആ വീട്ടിൽ ആരുമല്ല. ആ ഇളയ കുഞ്ഞ് ഒറ്റയ്ക്ക് നിൽക്കണ്ടെന്ന് ഓർത്തിട്ട് ഞാനും എന്റെ വീട്ടുകാരും, എന്റെ അപ്പനും അമ്മയും നിൽക്കുന്നതാണ്. അതും സുധിച്ചേണ്ട കുഞ്ഞാണ്. ആ കുഞ്ഞിനെ ഒറ്റയ്ക്ക് എങ്ങനെ നിർത്തും? 5-6 വയസ്സ് തികഞ്ഞ കുട്ടീനെ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. എന്റെ അവകാശത്തെ ഓ, എന്റെ പൊന്നു നന്മ മരമേ, എന്റെ പൊന്നു നന്മ മരമേ. ഫിറോസ് ഭായ് വന്നിട്ട് നീ വേറെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ആ വീടും വസ്തു ഇങ്ങ് തിരിച്ചു തരണം, നമ്മൾ വേറെ കൊടുത്തോളാമെന്ന് പറഞ്ഞൊരു കമന്റ് ഇട്ടതാണ് ഇപ്പൊ ഏറ്റവും വലിയ വിഷയം. അങ്ങേരെ എവിടെയൊക്കെ ഇട്ട് നാറ്റിക്കാൻ പറ്റും അവിടെയൊക്കെ ഇട്ട് നാറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഒരു സമയത്ത് വീട് ചോരുന്നു എന്ന് പറഞ്ഞും കൊണ്ട് നാറ്റിച്ച് അതിന്റെ കെട്ടെല്ലാം അടങ്ങി അങ്ങ് നിന്ന സമയത്ത് മറ്റേ ശാരിക എന്ന് പറയുന്ന അവളെ വീണ്ടും വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഇരുത്തിക്കൊണ്ട് വീണ്ടും നാറ്റിച്ചു. വീണ്ടും ഇത് 2 വർഷമായിട്ടുള്ള വീടാണ്, പക്ഷെ ഇതൊരു 10-20 വർഷത്തിന്റെ പഴക്കം തോന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും നാറ്റിക്കുന്നതിനൊന്നും ഒരു കുറവും ഞാൻ കാണുന്നില്ല. ഓടി നടന്ന് നാറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഫിറോസ് ഭായെ രേണുസുധിയുടെ വീട്ടിലുള്ള ബാക്കിയുള്ളവരും കൂടി ചേർന്നെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൽ രേണുസുധിയുടെ അച്ഛനടക്കം പങ്കുണ്ട്. തങ്കച്ചൻ അടക്കം അതിൽ പങ്കുണ്ട്. അന്ന് ആ വീടിനെ ചുരുണ്ടി ഇളക്കി ഒരു തവണ നാറ്റിച്ചു. ഇപ്പൊ വീണ്ടും ഓടി നടന്ന് നാറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്തിനാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ പോയത്? ഏത് ശാരിക വീട്ടിൽ വിളിച്ച് വരുത്തിയിട്ട് വീണ്ടും ആ വീടിന് പ്രശ്നമാണ്, അത് പഴക്കമുള്ള വീടാണ്, എല്ലാ പറ്റിപ്പും തട്ടിപ്പും ആണെന്ന് പറഞ്ഞും കൊണ്ട് എന്തിനാണ് ഇവരെ ചെളിവാരി അടിക്കുന്നത്? എന്തിനാണ് ഈ വീട് വച്ചു കൊടുത്തവരെ ഇത്രയും നാണം കെടുത്താൻ ശ്രമിക്കുന്നത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ഈ രേണുസുധിയുടെ അടുത്ത് 10 ഫിറോസ് ഭായ് എന്തുകൊണ്ട് ഇതുവരെ പറഞ്ഞില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാനൊക്കെ ആണെങ്കിൽ പൂര തെറി വിളിച്ച് തീർത്താനെ. ഇമാതിരി ഊളത്തനോട് കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇത് ഇത്രയും സൗമ്യമായിട്ട് സംസാരിക്കത്തില്ല, ജീവിതത്തിൽ സംസാരിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ലേറ്റസ്റ്റ് ആയിട്ട് ഫിറോസ് ഭായ് ഈ രേണുസുധി പുതിയ കല്യാണം കഴിക്കാൻ പോകുന്ന എങ്ങാണ്ട് എവിടെ പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇനി അവള് മറ്റൊരു കല്യാണം കഴിക്കാൻ പോകുന്നു, അങ്ങനെയെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യും, വേറൊന്നും കൊണ്ടല്ല. എന്റെ സുധിച്ചേട്ട എന്നുള്ള ഒരു പേരെങ്കിലും ദൈവം ഇതിന്ന് എടുത്തൊന്ന് മാറ്റി അതൊന്ന് തീർന്നു കിട്ടട്ടെ. ഇനി സുധിച്ചേട്ടന്റെ പേരും പറഞ്ഞ് കച്ചവടം നടത്താൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കേണ്ട, അതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, അങ്ങനെ ഫിറോസ് ഭായ് രേണുസുധി ഏതോ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞ ഒരു വീഡിയോയുടെ താഴെ പോയിട്ട് ഒരു കമന്റ് ഇട്ട്, അങ്ങനെ വല്ല തീരുമാനവും എടുക്കുന്നുണ്ടെങ്കിൽ ആ വീട് തിരിച്ചു തന്നേക്കണേ, നമുക്ക് മറ്റാർക്കെങ്കിലും നൽകാം, അതായത് അർഹതപ്പെട്ട ആർക്കെങ്കിലും നൽകാമെന്ന് ഫിറോസ് ഭായ് ആ വീഡിയോയുടെ താഴെ പോയി കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഓഞ്ഞ തീരുമാനം എടുക്കുകയാണെങ്കിൽ ഞാൻ അർഹതപ്പെട്ട ആർക്കെങ്കിലും ആ വീട് കൊടുക്കാം, വീട് തിരിച്ചു തരണമെന്ന്. പക്ഷെ ആ വീട് കൊടുത്തിട്ടുള്ളത് ഒരിക്കലും രേണുസുധിക്കല്ല. അവിടെ കയറി താമസിക്കുന്ന ടീംസാണ് രേണുസുധിയുടെ വീട്ടുകാരും. ആ 2 കുട്ടികൾക്ക്, കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ 2 കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് ആ വീട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ളവരെ കയറി കിടക്കുന്ന പിങ്ങി പോട്ട് എന്തേലും കാട്ടി കൂട്ട്. ഇനി അവിടെ കിടന്നുകൊണ്ട് അവിടെ അവർക്കിട്ടതിനെ കുത്തിക്കൊണ്ട് നന്ദികേട് കാണിക്കുന്ന നന്ദികെട്ട ടീംസ് എന്നേ ഞാൻ പറയത്തുള്ളൂ. അതിന്റെ അപ്പുറം എനിക്ക് അതിന് വേറെ ഒന്നും പൂരിപ്പിക്കാനില്ല. അത്രയും നന്ദികേടുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതിന് നന്ദികെട്ട വർഗം എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അങ്ങനെ നന്ദികേട് കാണിച്ചുകൊണ്ടിരിക്കുകയും എന്നാൽ ഫിറോസ് ഭായ് ഇത്രേ പറഞ്ഞോളൂ. എന്റെ പൊന്നു ഫിറോസ് ഭായ്, നിങ്ങൾ എന്താ കുറച്ചുകൂടിയൊക്കെ 10 പറയണ്ടേ? ഇതുപോലെയുള്ള അപരാധങ്ങൾ കാണിക്കുന്നതിനൊക്കെ ഞാനൊക്കെ ആണെങ്കിൽ പൂര തെറി വിളിച്ചങ്ങ് തീർക്കും. ഞാൻ ഇങ്ങനെ ഒരു സഹായം ചെയ്തിട്ട് എനിക്കെതിരെ ഇങ്ങനെ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇമാതിരി രീതിയിലൊന്നും അല്ല റിയാക്ട് ചെയ്യുന്നത്. ഇതുപോലെ ചെയ്യത്തുമില്ല റിയാക്ട്. ഫിറോസ് ഭായ് വളരെ മാന്യമായിട്ട് അങ്ങേരുടെ മാന്യതയുടെ ലെവലിൽ നിന്നും കൊണ്ടാണ് ഈ പെരുമാറി മുന്നോട്ട് പോകുന്നത്. ഫിറോസ് ഭായിക്ക് എന്ത് നീറ്റ് ആൻഡ് ക്വാളിറ്റി എന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ. അത്രയും നല്ല മനസ്സാണെന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. സീരിയസ്ലി ഇത്രയും നല്ലൊരു സഹായം ചെയ്തിട്ട് അങ്ങേര് ഇത്രയും ചെളിവാരി അടിച്ചിട്ട് അങ്ങേര് ഇതെല്ലാം കേട്ടും സഹിച്ച് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിച്ചത്. എന്നാൽ ഈ കമന്റ് കണ്ട രേണുസുധിക്ക് അങ്ങ് പൊട്ടി. അല്ലെങ്കിൽ തന്നെ ഞാൻ ഇതൊന്നും കാണുന്നില്ലേ, സോഷ്യൽ മീഡിയയിൽ നടക്കുന്നൊന്നും എനിക്കറിയില്ലേ, ഞാൻ ഇങ്ങനെ ഇതൊന്നും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല, എന്റെ 100ഓളം ഫ്രണ്ട്സിന്റെ 10ഓളം ഫ്രണ്ട്സ് വന്നിട്ട് എനിക്ക് എന്തൊക്കെയോ അയച്ചെന്ന് ഞാൻ ഒന്നും കണ്ടില്ല, പിന്നെ എവിടെയോ എന്താ കേട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന രേണുസുധിക്ക് ഈ കമന്റ് അങ്ങോട്ട് പൊട്ടിയിട്ട് ഒരു മറുപടി ഇട്ടിട്ടുണ്ട്. കണ്ടുനോക്കാം. രേണുസുധിയാണേ, അല്ല KHDC ഫിറോസ് ഇക്ക അങ്ങനെ തന്നെ വിളിക്കാം. ആളൊരു കമന്റ് ഇട്ടല്ലോ, രേണുസുധിക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ രേണുസുധി ആ വീട് ഇങ്ങ് തിരിച്ചു തരാൻ. അതെ ഫിറോസേ, ഇക്ക താൻ എന്റെ പേരിൽ വീട് എഴുതി തന്നിട്ടുണ്ടോ? താൻ ഇല്ലല്ലോ. എന്റെ മക്കളുടെ, അതായത് കൊല്ലം സുധിച്ചേട്ടന്റെ 2 ആമക്കളുടെ പേരിലാണ് വീട് എഴുതി കൊടുത്തത്. പിന്നെ ഞാൻ കല്യാണം കഴിച്ചില്ലെങ്കിലും തനിക്കെന്താണ്? തന്നെ ഞാൻ കെട്ടാൻ പറഞ്ഞു, അല്ലെ താൻ എന്നെ കെട്ടാൻ ഞാൻ പറഞ്ഞു? ഇല്ലല്ലോ. പിന്നെ തനിക്ക് എന്താണ് പ്രശ്നം? തന്റെ കമന്റ് ഞാൻ കണ്ടല്ലോ. ഞാൻ എന്തിനാണ് തനിക്ക് വീട് തിരിച്ചു തരുന്നത്? താൻ അർഹതപ്പെട്ടതെന്ന് പറഞ്ഞല്ലേ കൊല്ലം സുധിയുടെ 2 മക്കൾക്ക് കൊടുത്തത് വീട്. താൻ എന്റെ പേര് രേണുസുധിക്ക് ഒരു വീട് താൻ എഴുതി തന്നോ? ഇല്ലല്ലോ.
പിന്നെ എന്ത് കമന്റ് ആണോ താൻ ഇടുന്നത്? അതെ, ഞാൻ കല്യാണം കഴിച്ചില്ല, അത് എന്റെ പേഴ്സണൽ കാര്യമാണ്. അത് മറ്റുള്ളവർ ഇടപെടേണ്ട കാര്യമില്ല. നീ കെട്ടയോ കെട്ടാതിരിക്കുക എന്താന്ന് വെച്ചാൽ ചെയ്തോ. ഓക്കെ, നീ ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ടല്ലോ, വീട് തിരിച്ചു തരാനായിട്ട് പറ്റില്ല, അത് കൊല്ലം സുധിയുടെ മക്കൾക്കാണല്ലോ കൊടുത്തതെന്നുള്ള സ്റ്റേറ്റ്മെന്റ് നീ പറയുന്നുണ്ടല്ലോ. അങ്ങനെ കൊല്ലം സുധിയുടെ മക്കൾക്ക് കൊടുത്ത വീടിനെ കുറിച്ചിട്ട് നീ നിന്റെ അച്ഛനും എന്തിനു വന്നിരുന്നു കുറ്റം പറഞ്ഞു? മറ്റുള്ള നിന്റെ ഫ്രണ്ട്സിനെ വിളിച്ചു വരുത്തി അവിടെ ഇരുത്തിയിട്ട് ഇന്റർവ്യൂ എന്ന പേരിൽ എന്തിനു നീ ആ വീടിനെ കുറിച്ച് കുറ്റങ്ങൾ പറഞ്ഞു? നിനക്ക് അതിനെ കുറിച്ച് കുറ്റം പറയാനുള്ള റൈറ്റ്സ് ഉണ്ടോ? എന്റെ ചോദ്യത്തിന് ഉത്തരം എന്താ രേണുസുധിക്ക് ഇതിന് ഉത്തരവുണ്ടോ? നിനക്കോ നിന്റെ അച്ഛനോ അമ്മയ്ക്കോ ആർക്കും തന്നിട്ടുള്ള വീടല്ല, സുധിയുടെ മക്കൾക്ക് കൊടുത്ത വീടാണ്. ആ വീട്ടിൽ വലിഞ്ഞു കയറി വന്ന് ഇരുന്നും കൊണ്ട് ആ വീടിനെ കുറിച്ചിട്ട് നിനക്ക് കുറ്റം പറയാനുള്ള എന്ത് റൈറ്റ്സ് ആണുള്ളത്? എന്റെ ജെന്യൂൻ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പൊ നിനക്ക് ആ വീട്ടിലെ ചോർച്ചയെന്നോ അല്ലെങ്കിൽ ആ വീട്ടിൽ മറ്റതാണെന്നോ മറിച്ചതാണെന്നോ നിന്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ശാരികയെ പോലെയുള്ള ഒരു വിവരം ബോധം ഇല്ലാത്തതിനൊക്കെ വിളിച്ചോണ്ട് വന്ന് ഇരുത്തിക്കൊണ്ട് ആ വീടിനെ കുറിച്ച് കുറ്റം പറയാനുള്ള എന്തെങ്കിലും റൈറ്റ്സ് നിനക്കൊക്കെ ഉണ്ടോ? നീയൊക്കെ അവിടെ വലിഞ്ഞു കയറി താമസിക്കുന്ന ടീംസ് അല്ലേ, അതിനൊക്കെ എന്തെങ്കിലും റൈറ്റ്സ് ഉണ്ടോ ആ വീടിനെ കുറിച്ച് കുറ്റം പറയാനുള്ള? എന്റെ ജെന്യൂൻ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും നിനക്ക് തന്നിട്ടില്ല, സുധിയുടെ മക്കൾക്കാണ് കൊടുത്തതെന്ന് നീ തന്നെ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ സ്ഥിതിക്ക് ആ വീടിനെ കുറിച്ച് നിനക്ക് കുറ്റം പറയാനുള്ള റൈറ്റ്സ് ഉണ്ടോ? എനിക്കിത് ചോദിക്കണമെന്ന് തോന്നിട്ടോ. ഞാൻ ഈ കണ്ടന്റ് കണ്ടിട്ട് വിട്ടുപോയതാ, വേണ്ട പോട്ടെ, എന്തെങ്കിലും പുല്ല് കാണിച്ചുകൊണ്ട് പോട്ടെന്ന്. പക്ഷെ അദ്ദേഹത്തെ, ആ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയെ വലിച്ച് കീറി താറടിക്കാൻ വേണ്ടിയിട്ടും അങ്ങയുടെ ക്രെഡിബിലിറ്റിയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നീയും നിന്റെ കുടുംബക്കാരും സുഹൃത്തുക്കളും കൂടി ചേർന്ന് കളിക്കുന്ന പൊറാട്ട് നാടകങ്ങൾ കണ്ടിട്ട് കണ്ടില്ലെന്ന് നടിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അമ്മാതിരി നാടകങ്ങളാണ് നീ നിന്റെ കുടുംബവും കൂടി ആ വ്യക്തിയുടെ അടുത്ത്, ആ പാവം വ്യക്തിയുടെ അടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്ന. ഒരുപാട് പേരെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് പേരെ സഹായിച്ച് ആ ഒരു നല്ലൊരു ക്രെഡിബിലിറ്റിയിൽ നിന്ന വ്യക്തി നിന്നെ നിന്റെ കുടുംബത്തിന്റെ അടുത്ത് വന്ന് നാണം കെട്ട് നാറി ഒരു അവസ്ഥയിലൂടെയാണ് അങ്ങനെ ഇപ്പൊ കടന്നു പോകുന്നത്. ആ മാനസികാവസ്ഥ നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഒരു കുടുംബത്തിനെ സഹായിച്ചും കൊണ്ട് പഴി കേൾക്കേണ്ടി വന്നിട്ടുള്ള ഒരു അവസ്ഥ. ഇതിപ്പോ കുറെ പേര് പറയും, എന്തിനാടാ ഈ മറ്റേ ആപ്പി കണ്ടന്റ് എടുത്തതെന്നൊക്കെ പറയും. സീരിയസ്ലി എനിക്കിത് കണ്ടിട്ട് പറയാതിരിക്കാൻ തോന്നിയില്ലേ? അദ്ദേഹത്തെ താറടിച്ച് കാണിക്കാൻ വേണ്ടി ഈ രേണുസുധിയും കുടുംബവും ചെയ്യുന്ന കുറെ പൊറാട്ട് നാടകങ്ങളായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവളിപ്പോ പറയുന്നത് എന്താ? ആ വീട് അവർക്കാണ് കൊടുത്തതെന്നാണ് പറയുന്നത്. കിച്ചു ഋതപ്പന് വന്നിട്ട് വീടിനെ കുറിച്ച് ഇതേവരെ കുറ്റം പറഞ്ഞിട്ടില്ല. പറഞ്ഞാലും ഞാനത് അംഗീകരിച്ച് തരത്തില്ല. ഓക്കെ, പക്ഷെ നിനക്കെന്ത് റൈറ്റ്സ് ഉണ്ട് ആ വീടിനെ കുറിച്ച് കുറ്റം പറയാൻ? നിന്റെ കൂട്ടുകാരിയായിട്ടുള്ള ശാരികയ്ക്ക് എന്ത് റൈറ്റ്സ് ആണോ ആ വീട്ടിന്റെ അകത്ത് കയറി ഇരുന്നിട്ട് ഇത് 2 വർഷമല്ലേ ആയുള്ളൂ, പക്ഷെ 15 വർഷത്തിന്റെ പഴക്കമുണ്ടെന്ന് നിന്റെ കൂട്ടുകാരിയായ ആ കുത്തുതിരിപ്പുകാരിക്ക് വരെ എന്ത് റൈറ്റ്സ് ആണുള്ളത്? എന്റെ ചോദ്യത്തിന് ഉത്തരം എന്താ? എന്ത് റൈറ്റ്സ് ആണുള്ളത്? പക്ഷെ ഈ ഒരു വീഡിയോ, രേണുവിന്റെ ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം ഫിറോസ് ഭായ് പ്രതികരിക്കുന്നുണ്ട്. വിവി ഹിയറിലാണ് പ്രതികരിച്ചിട്ടുള്ളത്. നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇവർ നിരന്തരമായിട്ട് എത്രത്തോളം അവർക്ക് അപമാനിക്കാൻ പറ്റും അത്രത്തോളം അവർ അപമാനിച്ചിട്ടുണ്ട് നമ്മളെ. ഇവർ ഈ പുറത്തെ കാര്യങ്ങൾ, വീടിന്റെ പുറത്തെ കാര്യങ്ങളല്ല പറയുന്നത്. അവിടുത്തെ ഏതെങ്കിലും ഒരു ടോയ്ലറ്റിന്റെ ഒരു ഫോട്ടോസോ വീഡിയോസോ എടുത്തിട്ട് അയക്കാൻ പറ്റുമോ? നമ്മൾ ആ ഷീറ്റ് ഒരു പ്രശ്നം വന്നിട്ട് മഴ ചാറ്റിൽ ഷീറ്റ് പ്രശ്നം വന്നിട്ട് അവിടെ ഷീറ്റ് ഇടാൻ പോയിട്ടുണ്ടായിരുന്നു നമ്മളെ വർക്കേഴ്സ്. അവരെൻ്റെ അടുത്ത് പറഞ്ഞു, അവരുടെ ടോയ്ലറ്റിന്റെ വിശേഷങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു. അവിടെ തന്നെ അതേപോലെ തന്നെ അവിടെ ഷൂട്ടിന് പോയൊരു ടീം എൻ്റെ അടുത്ത് പറഞ്ഞു, വളരെ വൃത്തികെട്ട രീതിയിലാണ് ആ വീടിന്റെ ഉള്ളിലൊക്കെ അവർ കൊണ്ടു നടക്കുന്നത്. പുറത്തെ കാര്യങ്ങളെ കുറിച്ച് മാത്രമേ അവർ ചർച്ച ചെയ്യുന്നുള്ളൂ. പ്ലാസ്റ്ററിങ് അവിടെ ഇവിടെയൊക്കെ ഇളകിപ്പോയി എന്ന് പറഞ്ഞിട്ട്. അതെന്തെങ്കിലും ആവട്ടെ, ഇവർ നിരന്തരമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മളെ കൊടുത്ത വീടിനെ കുറിച്ച് കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആസ് യൂഷ്വൽ ഹ്യൂമൻ ബീയിങ് ആണ്. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു. പിന്നെ ഏതൊരു ചാനലിൽ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു, അവർ പുതിയ വീട് ഉണ്ടാക്കിയിട്ട് പോവുകയാണ്, വാടക വീട് എടുത്ത് പോവുകയാണ്, ഞങ്ങളെല്ലാവരും കൂടെ പോവുകയാണ്, വീട് തന്നവരെന്താ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേണു പറഞ്ഞുകൊണ്ട് കുറേ ന്യൂസിലുണ്ട്. സ്വാഭാവികമായിട്ട് ഞാൻ അവരുടെ ഒരു വീഡിയോയുടെ കണ്ടന്റ് എന്താണെന്ന് ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ അവരുടെ വീഡിയോയ്ക്ക് അടിയിൽ പോയിട്ട് ഞാൻ കമന്റ് ചെയ്തു, നിങ്ങൾക്ക് ആ വീട് വേണ്ടാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ വീട് നിങ്ങൾക്ക് തിരിച്ചു തന്നാൽ നല്ലൊരു തീരുമാനമാണത്. നിങ്ങൾ വീട് തിരിച്ചു തന്നാൽ അർഹതപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് മെസ്സേജ് ഡെയിലി വരുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരു ഒറ്റമുറിയുള്ളൊരു വീട് ഉണ്ടാക്കി തന്നാൽ മതി, ഒരു മുറിയുള്ള വീട് മതി, അല്ലെങ്കിൽ അതിന്റെ പകുതി പൈസക്ക് ഒരു വീട് ഉണ്ടാക്കി തന്നാൽ ഞങ്ങൾ പൊന്നു പോലെ നോക്കിക്കോളാം, ഒരു കംപ്ലൈന്റും പറയില്ല എന്ന് പറഞ്ഞിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ മെസ്സേജ് ചെയ്യുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരാൾക്ക് നമുക്ക് കൊടുക്കാമല്ലോ. അവർ എന്തായാലും വീട് കൊടുത്ത വീട് നമുക്ക് തിരിച്ച് ലീഗലായിട്ട് തിരിച്ചു വാങ്ങിക്കാനോ അല്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെ തിരിച്ചു വാങ്ങിക്കാനോ നമുക്ക് കഴിയില്ല. അത് ചെയ്യാനും ഞങ്ങൾക്ക് താല്പര്യമില്ല. അവർ സ്വന്തം ഇഷ്ടത്തോടു കൂടെ ആ വീട് തിരിച്ചു തരാം. ഞങ്ങൾക്ക് ഈ വീട്ടിൽ താമസിക്കാൻ താല്പര്യമില്ല. ഈ വീട് അലമ്പ് വീടാണ്, കച്ചറ വീടാണ്, മൊത്തം ഡാമേജ് ആണ്. ഇതൊക്കെ പറഞ്ഞു നടക്കുന്ന ആൾക്കാർക്ക് വീട് തിരിച്ചു തന്നൂടെ? നമ്മളത് വാങ്ങിച്ചിട്ട് ആർക്കെങ്കിലും കൊടുത്തോളാം. അത്രേ ഉദ്ദേശിച്ചുള്ളൂ. അതിലപ്പുറത്തേക്കൊന്നും ഉദ്ദേശിച്ചില്ല. ഇനിയിപ്പോൾ ഇതിന്റെ പേരിൽ അവരിനിയിപ്പോൾ എന്ത് നെഗറ്റീവ് പറഞ്ഞാലും ഇല്ലെങ്കിലും അത് മൈൻഡ് ചെയ്യുന്നില്ല. കാരണം വെച്ചാൽ നമ്മളെ സംബന്ധിച്ചോളം, നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക്, എന്നെ സംബന്ധിച്ചോളം വിവിക്ക് അറിയാലോ, ഞാൻ അത്യാവശ്യം ബിസിനസ് വിദേശത്തും നാട്ടിലൊക്കെ ചെയ്യുന്ന ആളാണ്. എൻ്റെ ബിസിനസ്സിന് ഇതൊന്നും ബാധിക്കാൻ പോകുന്നില്ല. ഞാൻ ആളുടെ ഒരു ട്രസ്റ്റും ജെനുവിനിറ്റിയും ഒക്കെ ബിൽഡ് ചെയ്തിട്ടുള്ള ആളാണ് മാർക്കറ്റിൽ.
അപ്പോൾ പക്ഷെ എൻ്റെ കൂടെ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. കേരള ഹോം ഡിസൈൻ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിന്ന് വർക്ക് കിട്ടിയിട്ട് ആ വർക്ക് കൊണ്ട് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഇത് ശരിക്കും നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട്. അത്ര ഉള്ളൂ ഇതിനകത്ത്. കേട്ടല്ലോ, കാര്യങ്ങൾ കേട്ടല്ലോ. അദ്ദേഹത്തിന്റെ ആ ഒരു മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വളരെയധികം കഷ്ടം നിറഞ്ഞൊരു അവസ്ഥയിലൂടെയാണ് പോകുന്നത് ഈ രേണുസുധിയും കുടുംബവും കാരണം. വീണ്ടും വീണ്ടും ആ വീടിനെ കുറിച്ച് കുത്തിപ്പൊക്കി കോൺട്രവേഴ്സി ഉണ്ടാക്കി റീച്ച് ഉണ്ടാക്കിയിട്ട് ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ട് കരിവാരി തേക്കുന്നത് സഹായിച്ചവരെയാണ്, നന്ദി ചെയ്തവരെയാണ് നന്ദികേട് കാണിച്ചുകൊണ്ട് ഈ രേണുസുധിയും കുടുംബവും കൂട്ടുകാരും ഒക്കെ ചേർന്ന് ഈ ഒരു പൊറാട്ട് നാടകങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഉളുപ്പില്ലേ നന്ദിയിൽ ഒരു വീട് വച്ചു കൊടുത്ത് ആ വീടിനെ നേരെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാണ്ട് അതിനെ തൊലച്ച് നാറാണത്താക്കുന്ന രീതിയിലുള്ള പരിപാടികൾ, ടോയ്ലറ്റ് ഉൾപ്പെടെ വൃത്തിയില്ലാതെ സൂക്ഷിച്ചിട്ട് അവസാനം കുറ്റം മൊത്തം വച്ചു കൊടുത്തവർക്ക് എന്നാ അവസ്ഥ. ഞാൻ ഇതിനെ എന്നാ പറയാനാ? സത്യം എനിക്ക് വൃത്തികെട്ട ഒരു കണ്ടന്റാണ് ഈ രേണുസുധിയുടെ കണ്ടന്റ് ഞാൻ എടുക്കുമ്പോൾ എനിക്കിപ്പോൾ പേഴ്സണലി തോന്നുന്നത്. കാരണം എൻ്റെ അടുത്ത് ഒരുപാട് പേര് പേഴ്സണലി പറയുന്നുണ്ട് അതിലെ വേണ്ട ചെയ്യേണ്ട വിട്ടുകളാണ്. പക്ഷെ ഇമാതിരി നാറി തൊട്ടി പരിപാടികൾ കാണിച്ചു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് 10 പറയാതെ എനിക്ക് പോകാൻ പറ്റണില്ല. എൻ്റെ മനസ്സ് എന്നെ അനുവദിക്കുന്നില്ല. എനിക്ക് അത്രയും ഒരു ഒന്നും പറയണില്ലേ, ദേഷ്യത്തോട് മാത്രമേ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുള്ളൂ ഈ ഒരു കേസ് വരുന്ന സമയത്ത്. അങ്ങനത്തെ അവസ്ഥയാണ്. കണ്ട ഓൺലൈൻ മീഡിയാസിലും എല്ലായിടത്തും പോയിട്ട് ഇവരെയും ഇവരുടെ സംഘടന അടക്കം കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഉളുപ്പില്ലാത്ത ജന്മങ്ങളെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇതിന് ശേഷം ഒരു ഓൺലൈൻ മീഡിയയിലും പോയിട്ട് ഒരു ബൈറ്റ് കൊടുക്കുന്നുണ്ട്. അവിടെ ഉളുപ്പില്ലാതെ എന്തൊക്കെയോ വായി തോന്നുന്നു വിളിച്ച് പറയുന്നുണ്ട്. കണ്ടു നോക്കാം. അതിന് ഈ ബിൽഡർ അല്ലാതെ ഇവരെ ഈ KHDC ഇവരാരും എന്റെ പേരിൽ ഒന്നും എഴുതി തന്നിട്ടില്ല. പിന്നെ ഇറങ്ങിത്തരണമെന്നൊക്കെ പിന്നെ ഞാൻ കല്യാണം കഴിക്കാതെ എന്റെ പേഴ്സണൽ കാര്യമാണ്. അതിപ്പം ഞാൻ കല്യാണം ഒരിക്കലും കഴിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ആർക്കും എഴുതി കൊടുത്തിട്ടൊന്നും എനിക്കല്ല വീട് എഴുതി തന്നെ, മക്കളുടെ പേരിലാണ് വീട് എഴുതി കൊടുത്തത്. അപ്പം മക്കളുടെ പേരിലാണ്. അപ്പൊ ഞാൻ കല്യാണം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങി തന്നെ അതൊക്കെ പറയാൻ ഈ ഫിറോസ് എന്തിനാണ് വന്നതെന്ന് എനിക്കറിയില്ല. അയാൾ എന്താണ് ഉദ്ദേശിച്ചെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. കല്യാണം കഴിക്കോ ഇല്ലയോ അതിന്റെ പേഴ്സണൽ കാര്യമാണ്. ഇതിനകത്ത് ആർക്കാണ് പ്രശ്നം? ഫിറോസിനെ അവരുടെ കുടുംബക്കാരെ ഒന്നും കെട്ടാൻ ഞാൻ പറഞ്ഞിട്ടില്ല, കെട്ടണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ എന്താണ് പ്രശ്നമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കല്യാണം കഴിക്കുന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ഇപ്പം കഴിക്കുന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കഴിച്ചു കഴിഞ്ഞാൽ വീട് തിരിച്ചു കൊടുക്കണം. അർഹതപ്പെട്ടതുകൊണ്ടാണല്ലോ സുധിയുടെ മക്കൾക്ക്, സുചിച്ചേട്ടന്റെ മക്കൾക്ക് അവർ തന്നെ കൊടുത്തത്. പിന്നെ അർഹതപ്പെട്ടവർക്ക് കൊടുക്കാന്നൊക്കെയാണ് പുള്ളി കമന്റ് ഇട്ടേക്കുന്നത്. ഞാൻ കല്യാണം കഴിച്ചാൽ അത് തിരിച്ചു കൊടുക്കണം. എന്ത് തിരിച്ചു കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ ആ വീട്ടിൽ ആരുമല്ല. ആ ഇളയ കുഞ്ഞ് ഒറ്റയ്ക്ക് നിൽക്കണ്ടെന്ന് ഓർത്തിട്ട് ഞാനും എന്റെ വീട്ടുകാരും എന്റെ അപ്പനും അമ്മയും നിൽക്കുന്നതാണ്. അതും സുധിച്ചേട്ടന്റെ കുഞ്ഞാണ്. ആ കുഞ്ഞിനെ ഒറ്റയ്ക്ക് എങ്ങനെ നിർത്തും? 5-6 വയസ്സ് തികഞ്ഞ കുട്ടീനെ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. എന്റെ അവകാശപ്പെട്ട വീടേ അല്ലത്. ഞാൻ എല്ലാവരോടും പറയുന്ന പോലെ എന്റെ വീടല്ലത്. ആ പിള്ളേർക്ക് വേണ്ടി കൊടുത്ത വീടാണ്. നിന്റെ വീടല്ല, നീ ആ വീട്ടിൽ ആരുമല്ല എന്നൊക്കെ നിനക്ക് ബോധ്യമുണ്ട്. അത് ആ പിള്ളേരുടെ വീടാണെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ നീ എന്തിനാണ് ഓടി നടന്ന് ആ ഫിറോസ് ഭായിയെയും ആ വീടിനെയും പറ്റിയിട്ട് കുറ്റം പറഞ്ഞ് നാട്ടുകാരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ആ ബോധം നിനക്കൊണ്ടാ? നിന്റെ കൂട്ടുകാരെയും വിളിച്ചിരുത്തി കൊണച്ച ഇന്റർവ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചിരുത്തിക്കൊണ്ട് നീ എന്തിനാണ് ഇമാതിരി അപരാധങ്ങൾ കാണിച്ചു കൂട്ടുന്നത്? ആ ഫിറോസ് ഭായിയെ ക്രെഡിബിലിറ്റിയെ വരെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഇട്ടുകൊടുക്കുന്ന എന്തിനാണ്? നിനക്ക് ലൈം ലൈറ്റിൽ സ്റ്റാറായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്, കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നീ തകർക്കുന്ന മറ്റൊരാളുടെ ക്രെഡിബിലിറ്റിയാണ്. ആ ബോധം നിനക്ക് വേണം. KHDC എന്ന് പറയുന്ന ആ സംഘടന അടക്കം നീ നശിപ്പിക്കുന്ന രീതിയിലാണ് നീ ഓരോ ദിവസം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഒരു സാമാന്യ ബോധം നിനക്കുണ്ടാവണം. അല്ലാണ്ട് ഈ ജനിച്ചു എന്ന് പറഞ്ഞ് കുറച്ച് സപ്പോർട്ട് ചെയ്യുന്ന കിഴങ്ങന്മാരത്തും കിഴങ്ങുകളടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിക്കുന്ന ഇമാതിരി പോക്കൃത്തനങ്ങളെ വളം വെച്ച് കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ആ ഫിറോസ് ഭായിയുടെ അടുത്ത് പറഞ്ഞിട്ട് നമുക്കൊരു വീട് വെച്ചതാ എന്ന് പറ്റുവാണെങ്കിൽ ഒന്ന് പറയാനൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. സീരിയസ്ലി ഞാൻ വെറുതെ പറയുന്നതല്ല. ഞാൻ പിന്നെ അദ്ദേഹത്തിന്റെ അടുത്ത് പറയാൻ പോകാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ ഇപ്പോഴത്തെ മാനസികാവസ്ഥ ആലോചിച്ച് തന്നെ എനിക്ക് പിടികിട്ടും. കാരണം നന്ദി ചെയ്തും കൊണ്ട് നന്ദികേടും കാണിച്ച് വളരെയധികം ഒരു ഡൗൺ ആയിട്ടുള്ള അവസ്ഥയിലാണ് ഇരിക്കുന്നത് മനസ്സ്. ആ സമയത്ത് ഇനി എന്തിനാണ് വേറെ ആരെയും അങ്ങനെ സഹായിക്കൂല എന്നുള്ള സ്റ്റേറ്റ്മെന്റ് മുന്നേ എങ്ങാണ്ട് എവിടെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ എനിക്ക് ഓർക്കുന്നു. എന്തിന് ഇനി ഇങ്ങനെ സഹായം ചെയ്തിട്ട് വായിരിക്കുന്നത് കേൾക്കണോ? കയ്യിലിരിക്കുന്ന പൈസ കൊടുത്തിട്ട് കടിക്കുന്ന പട്ടി വാങ്ങിച്ച അവസ്ഥയാവും. അതുകൊണ്ട് അങ്ങനെ ഇനി ആരെ സഹായിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. അതൊക്കെ അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ്. പക്ഷെ ഇതുപോലത്തെ മോശം അനുഭവം ഇത് എന്ത് പറയാനാടാ? ഇത്രയും നന്ദികെട്ട വർഗ്ഗങ്ങൾ ഉണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവള് തന്നെ പറയുന്നുണ്ട് ഇവർക്ക് ആ വീട്ടിൽ ഒരു റൈറ്റ്സും ഇല്ലാന്ന്. പിന്നെ നീ എന്നാ ഇരുപത്തിന് ആ വീട്ടിൽ കയറി ആ വീടിനെ കുറ്റം പറയുന്നത്? നിന്റെ കൂട്ടുകാരി ചാരികയും വിളിച്ചിരുത്തി. പണ്ട് ഒരു സമയത്ത് മൊത്തം ഇന്റർവ്യൂ ഓൺലൈൻ മീഡിയാസിനും ഇന്റർവ്യൂ കൊടുത്ത് ആ സംഘടനയെ തന്നെ നശിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ച് എന്നിട്ട് ഇപ്പൊ എന്താ വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ്, അങ്ങോട്ട് ഇളകി തിരിച്ചിരിക്കുകയാണ്. എനിക്ക് പുച്ഛം മാത്രമല്ല, എനിക്ക് പച്ച തെറിയും കൂടിയാണ് വായിൽ വരുന്നത്. ഇനിയിപ്പോ അഥവാ കല്യാണം കഴിച്ച് വന്നാൽ പോലും 2 വർഷം കഴിയുമ്പോൾ ഞാൻ കല്യാണം കഴിച്ചാൽ പോലും ആ വീടിനകത്ത് എന്തായാലും ഞാൻ നിൽക്കുന്നത്. മനസ്സിലായോ? ആ കല്യാണം കഴിക്കുന്ന ആളെ ഞാൻ നിർത്തത്തില്ല. പോരെ, അതുപോലെ അത്രയും ഞാൻ എന്തായാലും വാക്ക് തന്നല്ലോ. അപ്പം ഫിറോസൊക്കെ അതിനെപ്പറ്റി ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. കല്യാണം ഒരു നിമിഷം ഇനി കഴിച്ചാൽ ഞാൻ ആ വീട്ടിൽ ഒരു ദിവസം പോലും നിൽക്കത്തില്ല. എന്റെ പുതിയ ഭർത്താവിനെ കൊണ്ട് എന്തായാലും ഞാൻ നിൽക്കത്തില്ല. നിങ്ങൾ അതോർത്ത് ടെൻഷൻ അടിക്കും.
ഓ വളരെ നല്ല കാര്യം. എന്തേലും ചെയ്യും, എവിടെയെങ്കിലും പോകും, അതാണ് നല്ലത്. ഉള്ള കാര്യം പറയാം. ഇങ്ങനെ നന്ദി കെട്ട വർഗ്ഗങ്ങളായി മനുഷ്യന്മാരെ ജീവിക്കരുത് കേട്ടോ. എനിക്ക് ഇത്രയും പറയണമെന്ന് തോന്നി. ഇത് വേണ്ട ഇവിടെ എന്തെങ്കിലും കാണിച്ചു കൂട്ടട്ടെന്ന് വിചാരിച്ച് വിടുമ്പോൾ തോന്നിവാസമില്ലയുടെ വീണ്ടും വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ മനുഷ്യന്മാരുണ്ടോന്നാണ് ഞാനിരുന്ന് ആലോചിക്കുന്നത്. ഇത്രയും അയ്യേ എന്ത് പറയാനാ, എനിക്കൊന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമന്റ്. ഞാനിതൊക്കെ കണ്ടും കേട്ടും മടുത്തും ഭ്രാന്തായും വട്ടായും കുറുക്കായാണ് എൻ്റെ അവസ്ഥ പോകുന്നത്. കാരണം ദേഷ്യം വരും. എനിക്കൊരു വിഷയം കാണുമ്പോൾ അതിൽ തെറ്റുകൾ കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും. എന്ന് വെച്ചിട്ട് ഞാൻ ലോകം കണ്ട നന്മവരൊന്നല്ല. പക്ഷെ എനിക്ക് എൻ്റെതായ കുറച്ച് എത്തിക്സ് ഉണ്ട്. അത് വിട്ട് അതിന്റെ അപ്പുറത്ത് ലിമിറ്റ് ക്രോസ് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് ദേഷ്യം കയറി വരും. ഓക്കെ, ഇത്രയും പറയണമെന്ന് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ്. പുതിയൊരു വീഡിയോ ആയിട്ടാണ്.